ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉയർന്ന പരിശീലനം നേടിയവരായിരുന്നുവെന്ന് ഉന്നത വൃത്തങ്ങൾ. വെടിയുണ്ടകൾ കൊല്ലപ്പെട്ടവരുടെ നിർണായക അവയവങ്ങളിലോ തലയിലോ കൃത്യമായി പതിച്ചത് അവരുടെ ലക്ഷ്യബോധം വ്യക്തമാക്കുന്നതായി വിദഗ്ധർ പറയുന്നു. കശ്മീർ താഴ്വരയിൽ മുൻപ് നടന്ന ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പഹൽഗാമിൽ നടന്ന ആക്രമണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മുൻപുള്ള ആക്രമണങ്ങളിൽ തീവ്രവാദികൾ ഗ്രനേഡ് ഉപയോഗിക്കുകയോ ഒന്നോ രണ്ടോ വെടിവെടുത്ത ശേഷം ഓടിപ്പോവുകയോ ചെയ്തിരുന്നു. പഹൽഗാമിൽ നടന്ന വെടിവയ്പ്പുകളുടെ രീതി ക്രൂരമായി കൊല്ലാനുള്ള ലക്ഷ്യമാണ് സൂചിപ്പിക്കുന്നതെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. അനന്ത്നാഗ് ജില്ലയിൽ താമസിക്കുന്ന വാലി മുഹമ്മദ് തോക്കറിന്റെ മകൻ ആദിൽ ഹുസൈൻ തോക്കറാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർമാരായ സൈഫുള്ള കസൂരി, അബു മൂസ എന്നിവരുമായി സഹകരിച്ചാണ് ആദിൽ പഹൽഗാം ആക്രമണം നടത്തിയതെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ആദിൽ നിലവിൽ ഒളിവിലാണ്. ആദിലിനും സഹായികൾക്കും വേണ്ടി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സൂചനകൾ അനുസരിച്ച് കൗമാരക്കാരനായ ആദിൽ 2018-ൽ തെക്കൻ കാശ്മീരിൽ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് നിരീക്ഷണത്തിലാകുന്നത്. അതേ വർഷം ആദിൽ വാഗ വഴി ഒരു VTD സംഘടിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് പോയി. പിന്നീട് ആദിലിനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. താമസിയാതെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽ അയാൾ ചേർന്നതായി റിപ്പോർട്ടുകൾ വന്നു. മാർച്ചിൽ ഇവരെ കണ്ടെത്തിയപ്പോൾ അവർക്ക് കാശ്മീരി അറിയുമായിരുന്നില്ല. അതിനർത്ഥം അവർ വിദേശികളായിരുന്നുവെന്നാണ്. ഒരു പ്രാദേശിക വ്യക്തിയുടെ മാർഗനിർദ്ദേശത്തിൽ അവർ അവരുടെ പരിശീലനം ശക്തിപ്പെടുത്തി. ആദിൽ തീവ്രവാദ ചിന്താഗതിക്കാരനായിരുന്നു. വിനോദസഞ്ചാരികളോടുള്ള അവന്റെ വെറുപ്പ് പ്രകടമായിരുന്നു. ഒരുപക്ഷെ അവരെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ അവർ നിർദ്ദേശിച്ചിരിക്കാം, വൃത്തങ്ങൾ പറഞ്ഞു. കൂടാതെ സൈന്യമെത്താൻ സമയമെടുക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പോലീസ് സേന 1.5 മണിക്കൂറിന് ശേഷമാണ് എത്തിയത്. റോഡും മോശമായിരുന്നു. വിദേശ ഭീകരർ അവരുടെ വഴികാട്ടി പറയുന്നതെന്തും ചെയ്യും. ഈ സാഹചര്യത്തിൽ ആദിലിന് പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അത് ആക്രമണം നടത്താൻ അവർ മുതലെടുത്തു, വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. അതേസമയം ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി സായുധ പോലീസും സൈനികരും വീടുകളിലും വനങ്ങളിലും പരിശോധന നടത്തി. മേഖലയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന ശൃംഖല തകർക്കുന്നതിനുള്ള ഇന്റലിജൻസ് ശ്രമങ്ങളുടെയും തുടർച്ചയായ അന്വേഷണത്തിന്റെയും ഭാഗമായിരുന്നു ഈ തിരച്ചിലുകളെന്ന് പോലീസ് പറഞ്ഞു. പഹൽഗാം സ്ഥിതി ചെയ്യുന്ന അനന്ത്നാഗ് ജില്ല, ബന്ദിപ്പോറ, ഗന്ദർബാൽ, പുൽവാമ, കത്വ, കുൽഗാം, പൂഞ്ച്, രജൌരി, കിഷ്ത്വാർ, ഉധംപൂർ എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ നടന്നത്. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സുരക്ഷാസ്ഥിതി വിലയിരുത്തുന്നതിനായി പ്രദേശം സന്ദർശിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് ഈ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ സഹായ ശൃംഖലയും തകർക്കുന്നതിനുള്ള രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളുടെയും ഭാഗമായിരുന്നു. അതേസമയം മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങണമെന്നും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ലെന്നും ആദിൽ ഹുസൈൻ തോക്കറിന്റെ അമ്മ ഷെഹസാദ. 8 വർഷമായി മകനെപ്പറ്റി ഒരു വിവരവുമില്ല. മകന് ഭീകരാക്രമണത്തിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നില്ലെന്നും എന്നാൽ പങ്ക് വ്യക്തമായാൽ മകനെതിരെ നടപടിയെടുക്കണമെന്നും ഷെഹസാദ പറഞ്ഞു. ബിജ് ബഹേര സ്വദേശി ആദിൽ ഹുസൈൻ തോക്കറിനൊപ്പം ത്രാൽ സ്വദേശിയായ ആസിഫ് ഷെയ്ഖ് എന്ന യുവാവും പഹൽഗാം ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു. ഇരുവരുടെയും വീടുകൾ പ്രാദേശിക ഭരണകൂടം കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. കുടുംബം യാതൊരു തരത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും താനും മറ്റ് 2 മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണ് സ്ഫോടനം നടത്തി അധികൃതർ തകർത്തതെന്നും സെക്യൂരിറ്റി ഏജൻസി ബലമായാണ് ഇവിടെ നിന്ന് തങ്ങളെ പിടിച്ചു മാറ്റിയതെന്നും ഷെഹസാദ പറഞ്ഞു. ബിരുദാനന്തര ബിരുദധാരിയായ ആദിൽ വീടിന് അടുത്തു തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ആദിലിനും ആസിഫിനും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളതായി നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു. 26 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.